വെൽക്കം ടു NCERT +1 + 2 ഫിസിക്സ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടുകൊണ്ടിരുന്നത് ഡോപ്ലർ എഫക്റ്റ് ആയിരുന്നു. സോ സോ ഡോപ്ലർ എഫക്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സമ്മറിയിലെ ഈ ഒരു പോയിന്റ് നമുക്ക് നോക്കാം. ദ ഡോപ്ലർ എഫക്റ്റ് ഇസ് ചേഞ്ച് ഇൻ ദ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ഓഫ് എ വേവ് വെൻ ദ സോഴ്സ് ഓർ ദ ഒബ്സർവർ ഓർ ബോത്ത് മൂവ് റിലേറ്റഡ് ടു ദ മീഡിയം. ഈ കണ്ടീഷൻ നമ്മൾ നോക്കിയില്ല. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 15.8.3 സെക്ഷൻ, the section in which that discusses the Doppler shift when both source and observer moving. സോഴ്സും ഒബ്സർവറും രണ്ടുപേരും മൂവ് ചെയ്യുമ്പോൾ ഡോപ്ലർ എഫക്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും നേരം നമ്മൾ സോഴ്സ് സ്റ്റേഷനറി ആയിക്കൊണ്ട് ഒബ്സർവർ മൂവ് ചെയ്യുന്നു, അല്ലെ? ഒബ്സർവർ സ്റ്റേഷനറി ആക്കിക്കൊണ്ട് സോഴ്സ് മൂവ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമ്മളൊരു ജനറൽ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ പോവാണ്, ഇൻ വിച്ച് സോഴ്സും ഒബ്സർവറും മൂവ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെയും നമ്മൾ നേരത്തെ എടുത്തത്, അപ്പം നമ്മൾ നേരത്തെ തന്നെ ഓൾറെഡി സെപ്പറേറ്റ്ലി ഈ രണ്ട് കേസസ്, അതായത് സോഴ്സ് സ്റ്റേഷനറി ആവുന്നതും ഒബ്സർവർ സ്റ്റേഷനറി ആവുന്നതും ഒക്കെ ഡിറൈവ് ചെയ്തപ്പം ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിന്റെ വെലോസിറ്റി എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്, അതിന്റെ ഡിസ്റ്റൻസ്, ഈ സോഴ്സും ഒബ്സർവറും തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ് ഡീൽ ചെയ്ത്, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടതാണ്. അപ്പൊ അതൊക്കെ കണ്ട് അത് നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഇത് ഡീൽ ചെയ്യുമ്പോൾ ഇതിലെ നൊട്ടേഷൻസും കാര്യങ്ങളും ഒക്കെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പം ഞാനത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളൊന്നും വീണ്ടും ഇതിൻ്റെ അടുത്ത് പറയത്തില്ല. ജസ്റ്റ് നമ്മൾ ഈസി ആയിട്ട് ഇത് ഡിറൈവ് ചെയ്തെടുക്കും. ഇതിൽ വരുന്ന കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സോഴ്സും ഒബ്സർവറും സ്റ്റേഷനറി ആയിരിക്കുന്ന കേസൊക്കെ പറഞ്ഞപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കണ്ടതാണ്. ഓക്കെ, നോക്കുക. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒബ്സർവറിൽ നിന്നും സോഴ്സിലേക്ക് പോകുന്ന ഈ ഡയറക്ഷനാണ് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ആയിട്ട് എടുക്കുന്നത്. ആൻഡ് സോഴ്സിൽ നിന്നും ഒബ്സർവറിലേക്കുള്ള ആ ഡിസ്റ്റൻസ്, ഇതിപ്പം ഇങ്ങോട്ടാണ് മോഷൻ എങ്കിൽ ദാറ്റ് ഇസ് പോസിറ്റീവ്, തിരിച്ചാണ് സോഴ്സ് ടു ഒബ്സർവർ എന്നുള്ള നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ആയിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇത് നമ്മൾ നേരത്തെ ഇൻഡിപെൻഡന്റ് കേസസിൽ കൺസിഡർ ചെയ്ത പോലെ തന്നെ ഇവിടെയും നമ്മൾ അങ്ങനെ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതൊക്കെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് നമ്മുടെ കേസ് എന്ന് വെച്ചാൽ സോഴ്സും മൂവ് ചെയ്യുന്നുണ്ട്, ഒബ്സർവറും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ സോഴ്സ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി ഓഫ് സോഴ്സ് വിത്ത് റെസ്പെക്ട് ടു മീഡിയ എന്ന് പറയുന്നത് VS ആയിട്ടും V സബ്സ്ക്രിപ്റ്റ് S ആയിട്ട് പണ്ടും അതുപോലെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആൻഡ് വെലോസിറ്റി ഓഫ് ഒബ്സർവർ വിത്ത് റെസ്പെക്ട് ടു ദ മീഡിയം എന്ന് പറയുന്നത് VO. ഈ വെലോസിറ്റിയിലാണ് സോഴ്സ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി ഇതും ഒബ്സർവർ മൂവ് ചെയ്യുന്ന വെലോസിറ്റിയും ഇതാണെന്ന് വിചാരിക്കുക. രണ്ടുപേരും മൂവ് ചെയ്യാണ്. അപ്പൊ ആ മൂവ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ 15 ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. ഈ പടത്തിൽ അതാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ, അത് നമ്മൾ ഇനീഷ്യൽ ടൈമിൽ എടുക്കുന്ന ആ കണ്ടീഷനിൽ ടൈം t=0 എന്നുള്ള ആ ടൈമിൽ ഒബ്സർവർ O1 എന്ന് പറയുന്ന ഈ പൊസിഷനിലും ഈ അതേ സമയത്ത് ഈ t=0 എന്ന് പറയുന്ന സമയത്ത് അതേ സമയത്ത് ഇനീഷ്യൽ പോയിന്റിൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണെന്ന് വിചാരിക്കുക. സോഴ്സ് ഇതും ഒബ്സർവർ ഇവിടെയും ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. S1 that is denoted by O1 and S1 respectively. ആൻഡ് O1 എന്ന് പറയുന്നത് നോക്കുക, S1നെ സംബന്ധിച്ച് S1ന്റെ ലെഫ്റ്റ് സൈഡിലാണ് O1 കിടക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് അവർ ഒബ്സർവർ. രണ്ട് ഡിഫറെന്റ് പൊസിഷനിലെ ഒബ്സർവറിനെ കാണിച്ചിട്ടുണ്ട്. ദിസ് ഇസ് അവർ സോഴ്സ്. സോഴ്സിന്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഒബ്സർവർ ഇവിടെ നിൽക്കുന്നത്. അത് നോക്കുക. അപ്പം സോഴ്സ് അങ്ങനെ സ്റ്റാർട്ടിംഗ് ടൈം t=0 സോഴ്സ് ഒരു വേവ് എമിറ്റ് ചെയ്യുവാണ്. ആ വേവിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വിയും. ഓക്കെ, സോഴ്സ് എമിറ്റ്സ് എ വേവ്. അപ്പം ആ വേവിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് V ആണ്. ഇൻ ദാറ്റ് മീഡിയം അതിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് V ആണ്. ആൻഡ് അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ന്യൂ ആണ്. അതിന്റെ പീരീഡ് എന്ന് പറയുന്നത് T0 ആണ്. ഓക്കെ, ഇപ്പോഴത്തേക്കും അതായത് ഇതെല്ലാം അത് സോഴ്സ് എമിറ്റ് ചെയ്യുന്ന ഈ വേവിന്റെ വെലോസിറ്റി V, അതിന്റെ ഫ്രീക്വൻസി ന്യൂ, ടൈം പീരീഡ് T0, ഇതെല്ലാം എന്താണ്? ഇപ്പൊ ആ ഒരു മീഡിയത്തിൽ ഒരു സ്റ്റേഷനറി ഒബ്സർവർ ഉണ്ടെങ്കിൽ അയാൾ കാണുന്ന അതിന്റെ എന്താണ് കാര്യങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ വെലോസിറ്റി, ഫ്രീക്വൻസി ആൻഡ് ടൈം പീരീഡ് ഓഫ് ദാറ്റ് വേവ് വിച്ച് ഇസ് എമിറ്റഡ് ബൈ ദ സോഴ്സ്. ഇനി ഈ ഇനീഷ്യൽ ടൈമിൽ ടൈം t=0 എന്ന് പറഞ്ഞ ഇനീഷ്യൽ ടൈമിൽ, ദാറ്റ് ഇസ്
ഈ ആ ടൈമിലാണ് ഈ സോഴ്സ് ഈ വേവ് എമിറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു 0. ആ ടൈമിലുള്ള ഈ ഡിസ്റ്റൻസ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ O1 ആൻഡ് S1 എന്ന് പറയുന്ന L ആണെന്ന് വിചാരിക്കാം. ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അവിടെ L ആണെന്ന് വിചാരിക്കാം. ഇനി ഒബ്സർവർ മൂവ് ചെയ്യുവാണ്, അതുപോലെ സോഴ്സ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഒബ്സർവർ നമുക്കറിയാം നമ്മളിവിടെ ഒരു രണ്ട് മൂവ് ചെയ്യുന്ന രീതിയിലാണ് എടുത്തത്. അപ്പൊ ഒബ്സർവർ മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ എന്താണ് ഒബ്സർവർ മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒബ്സർവർ മൂവ് ചെയ്യുന്ന സ്പീഡ്, അത് ഒബ്സർവർ മൂവ് ചെയ്യുന്ന VO സ്പീഡിലാണ്. അപ്പൊ ഒബ്സർവർ മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ എമിറ്റ് ചെയ്ത വേവിന്റെ വെലോസിറ്റി v ആണ്. പക്ഷെ ഒബ്സർവർ മൂവ് ചെയ്യുന്നതായതുകൊണ്ട് ഈ പർട്ടിക്കുലർലി ഈ എമിറ്റഡ് വേവിന്റെ വെലോസിറ്റി ഒബ്സർവർ ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി v പ്ലസ് v നോട്ട് എന്നായിരിക്കും. ഓക്കെ, ബിക്കോസ് എന്താണ്, because observer is also moving. So velocity of the wave relative to observer. Observer നോക്കുമ്പോൾ ആ വേവിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് that will be v plus VO ആയിരിക്കും. അതായത് മൂവ് ചെയ്യാണ്. അപ്പം ഈ ഫസ്റ്റ് ക്രസ്റ്റ് എന്ന് പറയുന്നത് ഇത് ടൈം t is equal to 0 സോഴ്സ് എമിറ്റ് ചെയ്തത്. അത് ഒബ്സർവർ ഡിറ്റക്ട് ചെയ്യുന്ന ആ ടൈം എന്ന് പറയുന്നത് and it is detected at time t1. Okay, t1 എന്ന് പറഞ്ഞ സമയത്തിലായിരിക്കും അത് ഡിറ്റക്ട് ചെയ്യുന്നത്. ആൻഡ് ആ ടൈം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ടൈം ഇസ് ഈക്വൽ ടു, നമുക്കറിയാം വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ടൈം ആണ്. അപ്പൊ നമുക്ക് ടൈം എന്ന് പറയുന്നത് എന്താണ്? ടൈം കിട്ടാൻ വേണ്ടി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ? അപ്പൊ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? t is equal to 0 O1 S1 തമ്മിലുള്ള ഡിസ്റ്റൻസ് L ആണ്, L ബൈ ആൻഡ് അതിന്റെ വെലോസിറ്റി എന്താണ്? v പ്ലസ് VO. സോ ദിസ് ഇസ് v at t1. ഇനി നമ്മളുടെ ആ പീരീഡിന്റെ പർട്ടിക്കുലർ വേവിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്ന t0 ആണെന്നാണ് നമുക്ക് പറഞ്ഞത്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് കൺസിഡർ ചെയ്യാൻ പോകുന്നത് സ്പെസിഫിക് ഇന്റർവെൽസിലാണ് നമ്മൾ ടൈം എടുക്കുന്നത് എപ്പോഴും. അപ്പൊ ആ സ്പെസിഫിക് ഇന്റർവെൽ ഇവിടെ t0 ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ t0, അതിനുശേഷം വരുന്നത് 2t0, അതിനുശേഷം വരുന്നത് 3t0, അങ്ങനെ ഒരു എണ്ണത്ത് t0 എന്ന് പറയുന്നവരെ അതാണ് നമ്മൾ എടുക്കുന്ന ഇന്റർവെൽ. ഓക്കെ, ആ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ, നേരത്തെ രണ്ട് കേസും പറഞ്ഞ പോലെ. അപ്പൊ t is equal to t0 എന്ന് പറയുന്ന ഈ ഒരു പൊസിഷനിലായപ്പം സപ്പോസ് നമ്മൾ ചിന്തിക്കുന്നത് ഈ ഒബ്സർവറും സോഴ്സും രണ്ടുപേരും അവരുടെ പൊസിഷൻ ചേഞ്ച് ചെയ്തു. ഓക്കെ, പൊസിഷൻ ചേഞ്ച് ടു O2 ആൻഡ് S2 റെസ്പെക്റ്റീവ്ലി ബൈ ഒബ്സർവർ ആൻഡ് സോഴ്സ്. ഈ ടൈം t0 എന്ന് പറഞ്ഞ ഈ ടൈമിൽ അവർ രണ്ടുപേരുടെ പൊസിഷൻ ചേഞ്ച് ചെയ്തു, ന്യൂ പൊസിഷനിലേക്ക് മാറി. അപ്പം ഈ ന്യൂ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്സർവർ ആൻഡ് സോഴ്സ് എന്ന് പറയുന്നത് ദിസ് ഇസ് t is equal to t0 എന്ന് പറഞ്ഞ സമയത്താണ്. അപ്പൊ t is equal to t0 ഇവരുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? വാട്ട് ഈസ് ദാറ്റ് ഡിസ്റ്റൻസ്? ബിക്കോസ് അവര് മൂവ് ചെയ്തു. സോ ന്യൂ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്സർവർ ആൻഡ് ദ സോഴ്സ് എന്ന് പറയുന്നത് ഇതിന് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം വിത്ത് ടൈം എന്താണ്, ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്തു. സോ ഓൾറെഡി ഉള്ളത് L ആയിരുന്നു, L എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആയിരുന്നു. അതിന്റെ കൂട്ടത്തില് നമ്മള് ഇവിടുത്തെ അതിന്റെ കൂടെ എത്രമാത്രം ആ മൂവ് ചെയ്തപ്പോ എത്ര ഡിസ്റ്റൻസിലായിരിക്കും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ നെറ്റ് വെലോസിറ്റി, അതായത് ഈ ഒബ്സർവർ മൂവ് ചെയ്യുന്നത് VO വെലോസിറ്റിയിലും ഈ നമ്മളുടെ ഈ നമ്മളുടെ ഇത് മൂവ് ചെയ്യുന്നത്, നമ്മളുടെ സോഴ്സ് മൂവ് ചെയ്യുന്നത് VS വെലോസിറ്റിയിലുമാണ്. അപ്പൊ നമ്മൾ ആ നെറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നെറ്റ് ഡിസ്റ്റൻസ് അളക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി L പ്ലസ് നമ്മൾ ആ നെറ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ഒരാൾ VSഉം ഒരാൾ VOയും ആണ്. ആൻഡ് നമ്മൾ നെറ്റ് എടുക്കുമ്പോഴത്തേക്കും ദാറ്റ് ഇസ് VS മൈനസ് VO, ബിക്കോസ് രണ്ടുപേരും റൈറ്റിലേക്കാണ് മൂവ് ചെയ്തത്. ആൻഡ് O to S ആണ് പോസിറ്റീവ് ഡയറക്ഷൻ. സോ നെറ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ VS മൈനസ് VO ഡിവൈഡഡ് ബൈ അതിനെടുത്ത ടൈം എന്ന് പറയുന്നത് വീണ്ടും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. സോ ഇൻറ്റു ടൈം എന്ന് പറയുന്നത് ആ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ TO ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസ് മൂവ്ഡ്, നെറ്റ് ഡിസ്റ്റൻസ് അല്ല, ഡിസ്റ്റൻസ് മൂവ്ഡ് at time t is equal to
T0 ഉള്ളത് ഇതാണ്. ഓക്കെ, അപ്പം ഈ S2 എന്ന് പറയുന്ന ഈ ഒരു S2 എന്ന് പറയുന്ന ഈ സെക്കൻഡ് പൊസിഷന് സോഴ്സ് ഒരു സെക്കൻഡ് ക്രസ്റ്റ് വീണ്ടും എമിറ്റ് ചെയ്യുവാണ്. അപ്പം ഇവിടെ ഈ ഒരു T is equal to T0, source emits a crest and it reaches the observer at time T2. ഇവിടെ ഈ T0 സമയത്താണെങ്കിലും it reaches the ഒബ്സർവറിലേക്ക് അത് എത്തുന്ന ആ പർട്ടിക്കുലർ ടൈം എന്ന് പറയുന്നത് T2 ആണെന്ന് വിചാരിക്കുക. Then what about T2? ആ T2 എന്ന് പറഞ്ഞ സമയം എന്തായിരിക്കും? Then definitely the T2 is equal to ഫസ്റ്റ് വന്നത് എന്താണ് T0 നമുക്ക് ഓൾറെഡി ഉള്ള ടൈം എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഇത് അയച്ച സമയം എന്ന് പറഞ്ഞാൽ T0 ആണ്, പ്ലസ് അത് എത്താൻ പിന്നെ ഉണ്ടാവുന്ന ആ ടൈം. നമുക്ക് ജനറൽ ഇക്വേഷൻ വെച്ച് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണല്ലോ. അപ്പൊ ടൈം എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. അപ്പൊ ഇവിടുത്തെ മൊത്തത്തിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L പ്ലസ് VS മൈനസ് VO into T0 by velocity. Velocity എന്ന് പറയുന്നത് നമ്മുടെ velocity as of the wave as seen by the observer എന്ന് പറഞ്ഞ V plus VO. ഇതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ലാസ്റ്റ് വീഡിയോയിൽ കണ്ടതാണ്. അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ലാസ്റ്റ് വീഡിയോയും കൂടി നോക്കുക, അത് നമുക്ക് മനസ്സിലാവും. So V plus VO. ഇനി അപ്പൊ ഇങ്ങനെ പോയിട്ട് NT0 എന്ന് പറയുന്ന ഈ ഒരു ടൈമില് സോഴ്സ് എമിറ്റ് ചെയ്യുന്നതിന്റെ N+1th ക്രസ്റ്റ് ആയിരിക്കും സോഴ്സ്. അപ്പം ഈ ഒരു ടൈമില് സോഴ്സസ് എമിറ്റ് ചെയ്യുന്നതിന്റെ N+1th ക്രസ്റ്റ് ആയിരിക്കും എന്നുള്ളത് അറിയുക. ആൻഡ് ഇത് ഒബ്സർവറിലേക്ക് എത്തുന്ന ടൈം എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി Tn+1. റീച്ചസ് ദ ഒബ്സർവർ അറ്റ് T subscript N+1 ടൈമിലായിരിക്കും ഇത് എത്തുന്നത്. And that is given by Tn+1 is equal to, just compare like here T0 വരാം, നമുക്ക് N_T0 വരും പ്ലസ് L പ്ലസ് ഇവിടെ നമുക്ക് nth ആണല്ലോ, nth ക്രിസ്റ്റ് ആണല്ലോ. സോ NVS മൈനസ് VO TO T0 by V പ്ലസ് VO. അപ്പൊ നമ്മൾ ഇനി ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെൽ, അതായത് ആ ടൈം ഇന്റർവെൽ നോക്കി ഡെൽറ്റ ടി എന്ന് പറഞ്ഞ ടൈം ഇന്റർവെൽ വിച്ച് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ Tn+1 മൈനസ് T, അത് എടുക്കുവാണെങ്കിൽ വാട്ട് യു വിൽ ഗെറ്റ്, ദാറ്റ് ഇസ് NT0 പ്ലസ് L പ്ലസ് N ഇൻറ്റു VS മൈനസ് VO T0 ബൈ V പ്ലസ് V0 മൈനസ് T1. ഓക്കെ, T1 എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഓൾറെഡി വി ഹാവ് ഹിയർ T1 ഇസ് L ബൈ V plus V0. L by V plus V0. നമുക്ക് ഇതിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സോ NT0 പ്ലസ് L by V plus V0 പ്ലസ് N into VS minus VO into T0 divided by V plus V0 മൈനസ് L by V plus V0. ഇതും കൂടി ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് ആ ടൈം ഇന്റർവെൽ, ഇത് N+1th ക്രസ്റ്റ് എമിറ്റ് ചെയ്യുന്നതും ഫസ്റ്റ് ക്രസ്റ്റ് എമിറ്റ് ചെയ്തതിന്റെയും തമ്മിലുള്ള ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് യു വിൽ ഗെറ്റ് ലൈക്ക് NT0 പ്ലസ് LT0 പ്ലസ് N ഇൻറ്റു VS മൈനസ് VO ഡിവൈഡഡ് ബൈ V പ്ലസ് VO. V plus VO. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ടൈം ഇന്റർവെൽ. അപ്പൊ ഈ ടൈം ഇന്റർവെൽ ദിസ് പർട്ടിക്കുലർ ഡെൽറ്റ ടി ഒബ്സർവർ കാണുന്നത് N ക്രസ്റ്റ് ആയിരിക്കും. ഒബ്സർവർ റെക്കോർഡ്സ് N ക്രസ്റ്റ് ആയിരിക്കും അത് കാണുന്നത്. ആൻഡ് റെക്കോർഡ്സ് N ക്രസ്റ്റ് ആൻഡ് records the period as time t, records the period as time period as capital T എന്ന് കൊടുക്കുകയാണെങ്കിൽ that capital T is given by delta T by number of crust he has seen. Okay, so
നമ്മുടെ എന്ത് ചെയ്യണം, ഈ ഇക്വേഷൻ ദാറ്റ് മീൻസ് ടി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി ബൈ എൻ അല്ലേ. സോ നമ്മൾ ഡെൽറ്റ ടി ബൈ എൻ ഈ ഇക്വേഷനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ സൈഡ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡും എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ എൻ ഇൻറ്റു വി എസ് മൈനസ് വി ഒ ഡിവൈഡ് ബൈ വി പ്ലസ് വി ഒ ഇൻറ്റു ഡിവൈഡ് ബൈ എൻ, അതിലൂടെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ഈ എന്നും ക്യാൻസൽ ആവുന്നു, ഈ എന്നും ക്യാൻസൽ ആവുന്നു. ആൻഡ് ഹിയർ ഡെൽറ്റ ടി ബൈ എൻ ഇസ് capital T. Capital T is equal to T naught plus Vs minus Vo divided by V plus Vo. ഇവിടെ TO ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. Okay, there is this TO I have missed. So TO, otherwise നമുക്ക് ആ TO ഇവിടെ TO ഉണ്ട്. അപ്പൊ TO കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ T is equal to TO into 1 plus Vs minus Vo divided by V plus Vo എന്ന് വരും. ഓക്കെ, ആൻഡ് ഇതിനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ T is equal to T naught into 1 into V plus Vo, V plus Vo പ്ലസ് നമുക്ക് പ്ലസ് ആണ്, പ്ലസ് Vs minus Vo ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ ഉള്ളത് V plus Vo. ഈ Voയും ക്യാൻസൽ ആയിട്ട് we will get here T is equal to T naught into V plus Vs divided by V plus Vo. So this is our equation. ഇതാണ് നമ്മുടെ ടൈം പീരീഡ്. അപ്പം ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എത്രയായിരിക്കും? We know 1 by T is equal to nu. This is the observed frequency by the observer. Observed frequency, and 1 by T naught is nu naught, which is the frequency measured when both object and source and observer are stationary. Observer and source are stationary. അഥവാ എന്താണ് എമിറ്റ് ചെയ്തതിന്റെ ആ ഫ്രീക്വൻസി അല്ലെ. സോ ദാറ്റ് ഈസ് ഗിവൺ ബൈ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. T is equal to ഞാനിവിടെ ഒന്നുകൂടെ എഴുതാം. T is equal to T naught into V plus Vs divided by V plus Vo. നമ്മൾ ഹോൾ ഡിനോമിനേറ്റർ എടുക്കുന്നു. 1 by T is equal to 1 by T naught into ഇതിനെ നമ്മൾ 1 by എടുക്കുമ്പോൾ ഡിനോമിനേറ്റർ മേളിൽ പോകും. That is V plus Vo by V plus Vs എന്നാവും. So which implies nu is equal to nu naught into V plus Vo divided by V plus Vs. Okay, so ഇതാണ് ഫ്രീക്വൻസി ഒബ്സർവ്ഡ്. ഓക്കെ, ഇനി നോക്കിയാൽ ഇപ്പൊ നിങ്ങളൊരു പാസഞ്ചർ, അയാള് ഒരു ട്രെയിനിന്റെ ഉള്ളിൽ ഒരു പാസഞ്ചർ ഇരിക്കുന്നു. അങ്ങനെ ഒരു ട്രെയിനിന്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ ഇരിക്കുന്നു. അയാൾ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ട്രാക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ഡ്രൈവർ ഒരു വിസില്, ആ ട്രെയിനിന്റെ ഡ്രൈവർ ഒരു വിസിൽ ചെയ്തെന്ന് വിചാരിക്കാം. വിസിൽ ചെയ്തെങ്കിൽ അത് ഏത് ഫ്രീക്വൻസി ആയിരിക്കും അവർ മെഷർ ചെയ്യുന്നത്? ആ പാസഞ്ചർ ഇരിക്കുന്ന മനുഷ്യൻ അതെങ്ങനെ, ഏത് ഫ്രീക്വൻസി ആയിരിക്കും അയാൾ കേൾക്കുന്നത്? ഇവിടെ നോക്കുക, നമുക്കറിയാം ഇപ്പൊ ഒരു പാസഞ്ചർ ഇങ്ങനെ എന്താണ് ഒരു ട്രെയിനിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു പാസഞ്ചർ ഇങ്ങനെ ട്രെയിനിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ ഈ ഒബ്സർവറും സോഴ്സും, ദാറ്റ് മീൻസ് നമ്മുടെ വിസിലിങ്ങും, ഒരു വിസിൽ കേട്ടെന്നല്ലേ പറഞ്ഞു, ഡ്രൈവർ വിസിൽ ചെയ്തു. അപ്പം ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സോഴ്സും അതുപോലെ തന്നെ എന്താണ് ഇയാൾ മെഷർ ചെയ്യാന്നല്ലേ നമ്മൾ വിളിച്ചു, ഒബ്സർവറും. ഇവർ രണ്ടുപേരും ഒരേ വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് വിഒയും വിഎസും ഇവിടെ സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഫ്രീക്വൻസിക്ക് ഷിഫ്റ്റ് ഒന്നും ഉണ്ടാകില്ല. സി യു കൺസിഡർ ദിസ് ഇക്വേഷൻ, ന്യൂ ഇസ് ഈക്വൽ ടു ന്യൂ നോട്ട് ഇൻറ്റു വി പ്ലസ്, സപ്പോസ് അത് രണ്ടും സെയിം ആണ്, അതുകൊണ്ട് ഞാൻ ഇതിനെ വി എസ്, ഇപ്പൊ ഞാൻ അതിനെ വി പി എന്ന് കൊടുക്കാന്ന് വിചാരിക്കും. ദെൻ വി പ്ലസ് വി പി ഡിവൈഡ് ബൈ വി പ്ലസ് വി പി എന്ന് വരില്ലേ. സോ ഇത് ക്യാൻസൽ ചെയ്തിട്ട് ന്യൂ ഇസ് ഈക്വൽ ടു ന്യൂ സീറോ എന്ന് വരും. ദാറ്റ് മീൻസ് എന്താണ്? ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് ഒന്നും സംഭവിക്കത്തില്ല. ഇതിന് എന്താണോ നാച്ചുറൽ ഉള്ള ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസി തന്നെ ആയിരിക്കും അയാൾ അവിടെ കേൾക്കുന്നത്. നേരെ മറിച്ച് ഒരു ഒബ്സർവർ പുറത്ത് നിന്നിട്ടാണ് ഇത് കേൾക്കുന്നത്. അത് ട്രാക്കിനെ അപേക്ഷിച്ച് അയാൾ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന പുറത്തൊരു ഒബ്സർവർ ആണെങ്കിൽ അയാൾ വേറൊരു ഫ്രീക്വൻസി കേൾക്കും. ട്രെയിൻ അടുത്തേക്ക് വരുമ്പോൾ ഹയർ ഫ്രീക്വൻസിയും ട്രെയിൻ ദൂരെ പോകുമ്പോൾ ലോവർ ഫ്രീക്വൻസിയും.
ഓക്കെ. ആൻഡ് നമ്മളിവിടെ നോക്കുക, ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒബ്സർവർ ടു സ്റ്റേഷനറി സോഴ്സ് എന്ന് പറയുന്ന ഡയറക്ഷനാണ് നമ്മളുടെ പോസിറ്റീവ് ഡയറക്ഷൻ ആയിട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒബ്സർവർ എന്ന് പറയുന്നത് സോഴ്സിന്റെ അടുത്തേക്ക് പോകുമ്പോൾ മ്യൂ നോട്ട് പോസിറ്റീവ് ആവും. നേരെ മറിച്ച് ഈ ഒബ്സർവർ ഈ സോഴ്സിൽ നിന്ന് എവേ ആണെങ്കിൽ മ്യൂ നോട്ട് അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ആവും. ഓക്കെ. സോ ഈ ഇങ്ങനെ പോവുകയാണെങ്കിൽ മ്യൂ നോട്ട് എന്ന് പറയുന്നത് സോറി നോട്ട് മ്യൂ നോട്ട്, വി നോട്ട്, ഓക്കെ, സ്പീഡ്, ബിക്കോസ് സ്പീഡിന്റെ ഡയറക്ഷൻ ആണല്ലോ. സോ ഈ ഒബ്സർവർ സോഴ്സിന്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ വി നോട്ട് പോസിറ്റീവ് ആണ്. ബട്ട് നമ്മൾ ഇപ്പം സോഴ്സിൽ നിന്ന് എവേ ആയിട്ടാണ് നമ്മൾ ഈ ഒബ്സർവർ പോകുന്നതെങ്കിൽ ഇൻ ദാറ്റ് കേസ് വി നോട്ട് ഇസ് എ നെഗറ്റീവ് ക്വാണ്ടിറ്റി. ഓക്കെ. ഒബ്സർവർ ഇസ് മൂവിങ് അവേ ഫ്രം ദ സോഴ്സ് ആണെങ്കിൽ വി നോട്ട് നെഗറ്റീവ് ആവും. ഇനി സോഴ്സ് എന്ന് പറയുന്നത് അവേ ഫ്രം O ആണെന്ന് മൂവ് ചെയ്യുന്നു വിചാരിക്കും. ഇത് നമ്മൾ ഒബ്സർവ് സോഴ്സ് ഇസ് മൂവിങ് അവേ ഫ്രം ദ ഒബ്സർവർ. സോഴ്സ് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിലോ VS, in that case we have VS and that is പോസിറ്റീവ്. കാര്യം നമ്മൾ എടുത്തിരിക്കുന്ന O to S ഡയറക്ഷൻ ആണ്. ജനറലി നമ്മൾ എടുക്കുന്ന O to S ഡയറക്ഷൻ ആണ് പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് എടുത്തിരിക്കുന്നത്. ഓക്കെ. ഇനി നേരെ മറിച്ച് ഈ ഒരു എസ് എന്ന് പറയുന്ന ഇങ്ങനെ അത് ഒബ്ജക്റ്റും സോഴ്സ് ഒബ്ജക്റ്റിന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഇൻ ദാറ്റ് കേസ് ദാറ്റ് VS വിൽ ബി, അത് ഈ VS എന്ന് പറഞ്ഞാൽ ദിസ് എ വെലോസിറ്റി ഓഫ് ദ സോഴ്സ്, VS ദ വെലോസിറ്റി ഓഫ് ദ ഒബ്സർവർ. ഓക്കെ. ഇൻ ദാറ്റ് കേസ് ഇവിടെ അത് നെഗറ്റീവ് ആവും. ഈ സൈൻ കൺവെൻഷൻ ഒന്ന് നോക്കിക്കോണം, പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ. ജനറലി സൗണ്ട് എന്ന് പറയുന്നത് ഇപ്പൊ സോഴ്സ് ഒരു സൗണ്ട് എമിറ്റ് ചെയ്യണത് എല്ലാ ഡയറക്ഷനിലും പോകും. പക്ഷെ നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടിരിക്കുന്നത് ഏത് പാർട്ട് ഓഫ് സൗണ്ട് ആണോ ഒബ്സർവറിന്റെ അടുത്തേക്ക് വരുന്നത്, അതാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഈ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ദ ഒബ്സർവർ എന്ന് പറയുന്ന V പ്ലസ് V നോട്ട് ആണ് എല്ലാ കേസസിലും. ഏത് കേസ് എങ്ങനെ വന്നു കഴിഞ്ഞാലും ഈ എല്ലാ കേസസിലും, ഈ പറഞ്ഞ എല്ലാ കേസിലും റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ഒബ്സർവർ. ഇപ്പൊ ഒബ്സർവർ മൂവ് ചെയ്യുന്ന കേസിൽ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ഒബ്സർവർ എന്ന് പറയുന്നത് V പ്ലസ് VO ആണ്. അത് അറിഞ്ഞിരിക്കുക. ഇവിടെ നമുക്കൊരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. എ റോക്കറ്റ് ഈസ് മൂവിങ് അറ്റ് എ സ്പീഡ് ഓഫ് 200 മീറ്റർ പെർ സെക്കൻഡ്. ഒരു റോക്കറ്റ് മൂവ് ചെയ്യുന്ന സ്പീഡാണ് തന്നിരിക്കുന്നത് ടുവേർഡ്സ് എ സ്റ്റേഷനറി ടാർഗറ്റ്. അപ്പൊ നോക്കി, നമ്മുടെ റോക്കറ്റ് ആണ് നമ്മുടെ സോഴ്സ് ആൻഡ് വി ഹാവ് എ സ്റ്റേഷനറി ടാർഗറ്റ്, അനങ്ങാതെ റെസ്റ്റിലിരിക്കുന്ന ഒരു ടാർഗറ്റും നമുക്കുണ്ട്. ആൻഡ് റോക്കറ്റ് ഇസ് മൂവിങ്. അപ്പൊ സോഴ്സിന്റെ സ്പീഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് VS equal to 200 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ നമ്മുടെ സോഴ്സ് സ്റ്റേഷനറി അല്ലേ, സോ അത് സ്റ്റേഷനറി ടാർഗറ്റ്, ദാറ്റ് മീൻസ് ഒബ്സർവർ അറ്റ് റെസ്റ്റ് അല്ലേ. അപ്പൊ VO is 0. While moving it emits a wave of frequency 1000 hertz. 1000 hertz അത് എമിറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എന്താണ്, അപ്പം ഇപ്പൊ അവിടുത്തെ ഉള്ള ഏതെങ്കിലും ആ മീഡിയത്തിലുള്ള ഒരു റെസ്റ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് അതിനെ ഡിറ്റക്ട് ചെയ്യുന്ന ഫ്രീക്വൻസി 1000 ആണ്. ദാറ്റ് മീൻസ് വി ഹാവ് ഗിവൺ മ്യൂ നോട്ട് ഇസ് ഈക്വൽ ടു 1000 hertz. Some of the sound reaching the targets get reflected back to the rocket as an echo. പക്ഷെ അങ്ങനെ ചില സൗണ്ട്സ്, ഇതിങ്ങനെ ഒരു സൗണ്ട് വേവ് എമിറ്റ് ചെയ്യുന്നപ്പം ചില സൗണ്ട് എന്ന് പറയുന്നത് ഈ ടാർഗറ്റിൽ നിന്നും തിരിച്ച് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, എക്കോ പ്രൊഡ്യൂസീവ് ആണ്. നമുക്കിത് രണ്ട് എക്കോയുടെ ഫ്രീക്വൻസിയും നമ്മൾ ഈ പ്രോബ്ലത്തിൽ കണ്ടുപിടിക്കുന്നുണ്ട്. അല്ലാതെ ടാർഗറ്റ് അല്ലാതെ ഒരു സൗണ്ട് വേവ് അങ്ങോട്ട് വിടുമ്പോൾ എത്രയാണ് ഇൻസിഡന്റ് ചെയ്യുന്നത് തന്നെ എത്രയാണെന്ന് ഡിറ്റക്ട് ചെയ്യുന്നത് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഡിറ്റക്ട് ചെയ്യുന്ന എത്രയായിരിക്കും ആ ഫ്രീക്വൻസി, രണ്ട് പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ നമുക്ക് രണ്ടും അഡ്രസ് ചെയ്യാം. അപ്പൊ ഓരോന്നായിട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി ഓഫ് ദ സൗണ്ട് ആസ് ഡിറ്റക്റ്റഡ് ബൈ ദ ടാർഗറ്റ്. അപ്പം റോക്കറ്റ് ഒരു വേവ് എമിറ്റ് ചെയ്യുന്നു, അത് ടാർഗറ്റിന്റെ ഡിറ്റക്ടർ കണ്ടുപിടിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ടാർഗറ്റ് അവിടെ ഇത് എമിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1000 hertz ആണ്. പക്ഷെ ഈ ടാർഗറ്റ് എത്രയായിരിക്കും ഡിറ്റക്ട് ചെയ്യുന്ന ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒബ്വിയസ്ലി നമ്മൾ തന്നെ ചിന്തിക്കണം, ഈ റോക്കറ്റ് ടാർഗറ്റിന്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുകയാണ്. ഓക്കെ, റോക്കറ്റ് ടാർഗറ്റിന്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഒബ്വിയസ്ലി ആ ടാർഗറ്റിന്
അനുഭവിക്കാൻ പോകുന്ന അതിന് എഫക്റ്റീവ് ആയിട്ട് വരുന്ന ആ ഫ്രീക്വൻസി ഡെഫിനറ്റ്ലി ഈ ഫ്രീക്വൻസി 1000-നെക്കാട്ടും കൂടുതലായിരിക്കണം നിങ്ങൾക്ക് കിട്ടുന്നത്. ബിക്കോസ് ടാർഗറ്റിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണ്. അത് ആ ഒരു ഐഡിയ വേണം. എങ്ങാനും പ്രോബ്ലം തെറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ എല്ലാ ഫോർമുലാസും ഡിറൈവ് ചെയ്തപ്പോഴത്തേക്കും ആ സോഴ്സ് അത് ഒബ്സർവർ ടു സോഴ്സ് ഈ ഡിസ്റ്റൻസ് ആണ് പോസിറ്റീവ് ആയിട്ട് എടുത്തത്. അത് ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇവിടെ നമ്മുടെ ഒബ്സർവറിന് പകരം നമ്മൾ ടാർഗറ്റ് എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ഹിയർ വി ഹാവ് ദ റോക്കറ്റ്. സോ ഇതാണ് പോസിറ്റീവ് ഡയറക്ഷൻ. അതുകൊണ്ട് തന്നെ റോക്കറ്റ് ടാർഗറ്റ് ആണ്. നമ്മുടെ മൂവ്മെന്റ് എന്ന് പറയുന്ന ഈ പ്രോബ്ലത്തിലേക്ക് ഇങ്ങോട്ടുള്ള മൂവ്മെന്റ് ആണ്. സോ ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി നെഗറ്റീവ്. അതും കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഒക്കെ നമ്മൾ ചിന്തിക്കാൻ നോക്കി. സോ ഒബ്സർവർ റെസ്റ്റ് ആണ്, നമ്മുടെ ടാർഗറ്റ് റെസ്റ്റ് ആണ്. സോഴ്സിന്റെ സ്പീഡാണ് 200 m/s തന്നിരിക്കുന്നത്. ഇനി നോക്കുക, നിങ്ങൾക്ക് അറിയേണ്ട കാര്യം എയറിലല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പം വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് v. ദാറ്റ് ഈസ് ഗിവൺ ബൈ 330 m/s. ഈ വാല്യൂ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് ഫോർമുല യൂസ് ചെയ്യണം എന്നുള്ളത് നോക്കണം. അപ്പൊ ഇവിടെ നമ്മുടെ കേസ് എന്ന് പറയുന്നത് നോക്കിക്കേ, നമ്മുടെ ഒബ്സർവർ അല്ലെങ്കിൽ ടാർഗറ്റ് അറ്റ് റെസ്റ്റ്. We have a rocket which is moving. Rocket which is moving means source is moving. അപ്പൊ ഇതിന്റെ ഫോർമുല നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇതിന്റെ ഫോർമുല എടുത്തിട്ടുണ്ട്. ന്യൂ ഇസ് ഈക്വൽ ടു ന്യൂ നോട്ട് ഇൻറ്റു 1 + vs by v. ദ ഹോൾ ഇൻവേഴ്സ് എന്നാണ് നമ്മൾക്ക് കിട്ടിയ ഫോർമുല. അപ്പൊ ഇത് നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ സോഴ്സ് ഒബ്സർവർ എവി ആയിട്ട് മൂവ് ചെയ്യാണ്. സോഴ്സ് മൂവിങ് എവേ ഫ്രം ദ ഒബ്സർവർ ആണ്. ഇവിടെ നോക്കുക, ഇവിടെ പക്ഷേ ഈ ഫോർമുല ഇങ്ങനെ നമുക്ക് എവേ ഫ്രം ദ ഒബ്സർവർ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഴ്സ് ഒബ്സർവറിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഈ പ്ലസ് എന്നുള്ളത് +vs പകരം എന്ത് ചെയ്യണം? -vs എടുക്കണം. കാര്യം റോക്കറ്റ് ടാർഗറ്റിന്റെ അടുത്തേക്ക് വരികയാണ്. സോ റോക്കറ്റിന്റെ വെലോസിറ്റി മൈനസ് ആയിട്ട് എടുക്കണം. സോ ഇവിടുത്തെ ഈ vs എന്ന് പറയുന്നത് ദാറ്റ് ഇസ് -200 ആണ്. vs ഇസ് -200. അല്ലെങ്കിൽ vs നെ 200 ആക്കി നമ്മൾ ഫോർമുലയെ കുറിച്ച് ചിന്തിക്കുക. ദാറ്റ് ഇസ് so here rocket or the source, rocket and our source is moving towards observer. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഫോർമുല എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ ഫോർമുല ന്യൂ ഇസ് ഈക്വൽ ടു µ0 × 1 - vs by v the whole inverse. ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിവിടെ ബൈനോമിയൽ എക്സ്പാൻഷൻ യൂസ് ചെയ്തിട്ട് ഈ ഫോർമുല, ഈ പർട്ടിക്കുലർ ഫോർമുല നമ്മൾ ന്യൂ നോട്ട് ഇൻറ്റു 1 + vs by v എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. അപ്പൊ ഇവിടെ നമ്മൾ ഈ ബൈനോമിയൽ എക്സ്പാൻഷൻ യൂസ് ചെയ്യുന്ന ഈ ഫോർമുല യൂസ് ചെയ്യണമോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നത് എവിടെയാണ്? നമ്മുടെ we have to compare vs and v. When vs is much less than v, we should use the binomially expanded formula. Binomial expansion യൂസ് ചെയ്തിട്ടുള്ള ആ ഫോർമുല നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഷൻ ഫോർമുല തന്നെ യൂസ് ചെയ്യണം. പക്ഷെ ഇവിടെ നോക്കുക, നമ്മുടെ vs എന്ന് പറയുന്നത് 200 m/s നമ്മുടെ v എന്ന് പറയുന്നത് 330 m/s ആണ്. അത് vs much less than 1 ഒന്നും അല്ല. ഈ ഒരു കണ്ടീഷൻ ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാം സ്ട്രേറ്റ് അവേ. നോ ഇഷ്യൂ, അത് നമുക്ക് യൂസ് ചെയ്യാം. ബൈനോമിയൽ എക്സ്പാൻഷൻ ആയിട്ടുള്ള ഫോർമുല ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇവിടെ അതൊന്ന് നോക്കിയാൽ പോരെ. ന്യൂ ഇസ് ഈക്വൽ ടു µ0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 × 1 - vs എന്ന് പറഞ്ഞാൽ 200 ഡിവൈഡ് ബൈ 330 ദ ഹോൾ പവർ -1. ഇത് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 2540 Hz എന്ന് വരും. ഡെഫിനറ്റ്ലി ന്യൂ എന്ന് പറയുന്നത് നോക്കി 1000-നെക്കാട്ടും കൂടുതൽ തന്നെയാണ് അല്ലെ. ഇനി അടുത്ത് നോക്കിക്കേ. ഇനി എന്റെ അടുത്ത പ്രോബ്ലം നോക്കുക. ദ ഫ്രീക്വൻസി ഓഫ് ഇക്കോ ആസ് ഡിറ്റക്റ്റഡ് ബൈ ദ റോക്കറ്റ്. അപ്പം ചിലത് നമ്മൾ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞു, ചില സൗണ്ട് ആ ടാർഗറ്റിൽ പോയിട്ട് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് റോക്കറ്റിൽ തന്നെ വരും, എക്കോ ആയിട്ട് വരും. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എക്കോയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഫോർമുല യു കൺസിഡർ ഇറ്റ് ആസ് ഈ ഒരു സോഴ്സും ഒബ്സർവറും രണ്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ വി ഹാവ് ഡിറൈവ് ദ ഫോർമുല, ദിസ് ഫോർമുല ന്യൂസ്. ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ ഈ ഫോർമുല ന്യൂസ് ഈക്വൽ ടു ന്യൂ നോട്ട് ഇൻറ്റു v +vo ഡിവൈഡഡ് ബൈ v + vs. ഈ ഫോർമുല യൂസ് ചെയ്യുക. അതിനുവേണ്ടി എക്കോയുടെ കാര്യമാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അപ്പൊ ഇനി ഒരു കാര്യം ചിന്തിക്കുക, നമ്മുടെ റോക്കറ്റ് ഇങ്ങനെ, ഓക്കെ, ഇതാണ് നമ്മുടെ ടാർഗറ്റ്, ഇതാണ് നമ്മുടെ റോക്കറ്റ്. അപ്പൊ റോക്കറ്റ് ഇങ്ങനെ പോവുകയാണ്. പക്ഷെ ഇപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇങ്ങോട്ടുള്ള എക്കോയുടെ കാര്യം നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ
ഇവിടെ നമുക്ക് ദിസ് ഇസ് ദ എക്കോ, ടാർഗറ്റ് ടു റോക്കറ്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഈ എക്കോയുടെ കേസിൽ നമ്മുടെ സോഴ്സും ടാർഗറ്റും തിരിച്ചു മാറുകയാണ്. ഇവിടെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ സോഴ്സ്. നമ്മുടെ ടാർഗറ്റ് ആണ് നമ്മുടെ സോഴ്സ് ആയിട്ട് മാറുന്നത്. സോ സോഴ്സിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ VS ആൻഡ് ആ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി ടാർഗറ്റ് ആണെന്ന് നമുക്ക് അറിയാലോ. സോ ദാറ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് 0. ആൻഡ് നമ്മുടെ റോക്കറ്റ് എന്ന് പറയുന്നതാണ്, നമ്മുടെ റോക്കറ്റിന്റെ അകത്താണ് നമ്മൾ ഡിറ്റക്ടർ ഇരിക്കുന്നത്. റോക്കറ്റ് എത്രമാത്രം ഡിറ്റക്റ്റഡ് ബൈ ദ ഒബ്സർവർ എന്ന്, ഒബ്സർവർ ഇവിടെ റോക്കറ്റ് ആണ്. ഓക്കെ, റോക്കറ്റ് ഇസ് ദ ഒബ്സർവർ. സോ റോക്കറ്റ് ഇസ്, അതിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ VO. ആൻഡ് റോക്കറ്റ് മൂവ് ചെയ്യുന്ന സ്പീഡ് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് 200 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. ഓക്കെ, അപ്പൊ അതും തന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഫ്രീക്വൻസി എത്രമാത്രം, അതായത് ഫ്രീക്വൻസി ഓഫ് ദ സൗണ്ട് എമിറ്റഡ് ബൈ ദ സോഴ്സ് എന്ന് പറയുന്നത്, അപ്പൊ നമുക്ക് എത്രമാത്രമാണ് നമ്മളോട് കണ്ടുപിടിച്ച ഫ്രീക്വൻസി ഓഫ് ഇക്കോ ഡിറ്റക്റ്റഡ് ബൈ റോക്കറ്റ്. അപ്പൊ നമ്മൾ അതിനെ ന്യൂ ആണ്, നമ്മൾ ദിസ് ഇസ് അവർ ജനറൽ ഫോർമുല. നമ്മൾ നേരത്തെ പ്രോബ്ലത്തിലും നമ്മൾ ന്യൂ സീറോ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് തൽക്കാലം ഫ്രീക്വൻസി ഓഫ് എക്കോ ഡിറ്റക്റ്റഡ് ബൈ ദ ഒബ്സർവറിന് ഞാൻ ന്യൂ പ്രൈം എന്ന് കൊടുക്കാം. ആൻഡ് ന്യൂ പ്രൈം ഹിയർ നമ്മുടെ ന്യൂ സീറോ വേണമല്ലോ. സോ വാട്ട് ഇസ് ദ ന്യൂ സീറോ ഹിയർ? ദാറ്റ് ഇസ് ദ ഫ്രീക്വൻസി എമിറ്റഡ് ബൈ ദ സോഴ്സ് ആണ്. ഫ്രീക്വൻസി എമിറ്റഡ് ബൈ ദ സോഴ്സ്. അപ്പൊ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സോഴ്സ് എന്ന് ഇപ്പോഴത്തെ നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേഷനറി ടാർഗറ്റ് ആണ്. ഓക്കെ, സ്റ്റേഷനറി ടാർഗറ്റ്, സോ അതിനെ, ദാറ്റ് ഈസ് ഈ ഇക്വേഷനിലെ ന്യൂ നോട്ട്. അതിനെ തൽക്കാലത്തേക്ക് നമ്മൾ നേരത്തെ പ്രീവിയസ് പ്രോബ്ലത്തിൽ അത് യൂസ് ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇത് രണ്ട് സെപ്പറേറ്റ് പ്രോബ്ലം ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരായിരിക്കും. ഞാനൊരു കാര്യം പറയും, ഇതിനെ നമുക്ക് ന്യൂ നോട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. സെപ്പറേറ്റ് പ്രോബ്ലം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡു നോട്ട് കൺഫ്യൂസ് ഇറ്റ് വിത്ത് ദി സെയിം നൊട്ടേഷൻസ്. അതുകൊണ്ടാണ്, പക്ഷെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം. കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയ നൊട്ടേഷൻ കൊടുക്കുന്നത് കേട്ടോ. പുതിയ നൊട്ടേഷൻ കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കൺഫ്യൂഷൻ വരരുത്. ഓക്കെ, സോ ഹിയർ ഈ ഇക്വേഷനിലെ ന്യൂ എന്ന് പറയുന്നത് നമ്മൾ ന്യൂ പ്രൈം ആയിട്ട് എടുത്തു. ഇവിടെ ഇക്വേഷന്റെ ന്യൂ നോട്ടിനെ നമ്മളിവിടെ ന്യൂ ആയിട്ടും എടുത്തിട്ടുണ്ട്. ഓക്കെ, ന്യൂ എന്ന് പറയുന്ന ഫ്രീക്വൻസി എമിറ്റഡ് ബൈ ദ സോഴ്സ് ആണ്. അതായത് ഫ്രീക്വൻസി എമിറ്റഡ് ബൈ ദ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് ദ ഫ്രീക്വൻസി. ഇവിടെ നമ്മൾ എക്കോയുടെ കേസാണ് ഇവിടെ വരുന്നത്. വി ഹാവ് എക്കോയുടെ കേസാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഈ ന്യൂ എന്ന് പറയുന്ന ഫ്രീക്വൻസി ഫെൽറ്റ് ബൈ ദ ഒബ്സർവർ തന്നെയാണ്. അത് ദാറ്റ് ഈസ് വാട്ട് വിച്ച് വി ഹാവ് ഫൗണ്ട് ഫ്രം ദ പ്രീവിയസ് പ്രോബ്ലം. അത് നമ്മുടെ പ്രീവിയസ് പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടുപിടിച്ച സാധനമാണ്. ദാറ്റ് ഇസ് 2540 Hz. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ അതിന് യൂസ് ചെയ്ത നൊട്ടേഷൻ ന്യൂ ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ അത് ന്യൂ എന്ന് പറഞ്ഞ നൊട്ടേഷനിലേക്ക് കൊടുത്തത്. ഓക്കെ, ഡു നോട്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. ന്യൂ. ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. സോ നമുക്ക് ഇക്വേഷനിലേക്ക് ഇടാം. ന്യൂ പ്രൈം ഇസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു V പ്ലസ് VO ഡിവൈഡഡ് ബൈ V പ്ലസ് VS. സോ ന്യൂ എന്ന് പറഞ്ഞാൽ 2540 ഇൻറ്റു V എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വെലോസിറ്റി ഓഫ് ദ സൗണ്ട് ത്രൂ ദാറ്റ് മീഡിയം, ദാറ്റ് ഇസ് വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ 330 പ്ലസ് VO എന്ന് പറയുന്നത് 200 ഡിവൈഡഡ് ബൈ V 330 ആൻഡ് VS 0. സോ ഇത് ചെയ്ത് കഴിയുമ്പോൾ we get 4080 എന്ന് വരും. കണ്ടോ, എക്കോ നമുക്കറിയാം റിഫ്ലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഫ്രീക്വൻസി ഇൻക്രീസ്ഡ് ആയിട്ട് നമുക്ക് കേൾക്കും. അപ്പം അതും നമുക്ക് ഇതിൻ്റെ മനസ്സിലായി. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഈ ചാപ്റ്ററിന്റെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു.